പലപ്പോഴും ഓരോ കാര്യങ്ങൾ മാറ്റി വെക്കുന്നത് മടി കാരണമാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ന്യൂറോ സയൻസ് പറയുന്നത് ഇത് മടിയല്ല, നമ്മുടെ ബ്രെയിനിന്റെ റിവാർഡ് സിസ്റ്റത്തിനൊപ്പം ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ലിംബിക് സിസ്റ്റം ഉടനെ കിട്ടുന്ന സന്തോഷം, അതായത് ഇൻസ്റ്റന്റ് പ്ലഷർ തേടുന്നുണ്ട്. എന്നാൽ പ്രിഫോണ്ടൽ കോർട്ടെക്സ് ആണ് ദീർഘകാല ലക്ഷ്യങ്ങൾക്കും ഫോക്കസിനൊക്കെ ഉത്തരവാദി. പ്രശ്നം എന്തെന്നാൽ നമ്മൾ സ്ട്രെസ്സിലാകുമ്പോഴും ബോറിംഗ് ടാസ്ക് ഒക്കെ തുടങ്ങുമ്പോഴും ലിംബിക് സിസ്റ്റം പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിനെ ഓവർ റൈഡ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ യൂട്യൂബിൽ സ്ക്രോൾ ചെയ്യുകയോ ഫോൺ പിടിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറന്ന്. ഇനി ഇതിന് പരിഹാരം ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ പരിഹാരമുണ്ട്, അതും ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. നിങ്ങൾക്കൊരു കാര്യം ചെയ്യണം, അപ്പോൾ അതൊരു വലിയ ടാസ്ക് ആയി കാണുന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ സ്റ്റെപ്സ് ആയിട്ട് നിങ്ങൾ ഈ ഒരു ടാസ്കിനെ കാണുക, ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി തുടങ്ങുക. രണ്ടാമത്തെ കാര്യം ടൈം ബോക്സിങ്, അതായത് 10 മിനിറ്റ് കൂടുമ്പോൾ മാത്രം ഫോക്കസ് ചെയ്യുക. ഇത് മടുപ്പ് വരാതെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും വൃത്തിക്ക് ചെയ്യാൻ സഹായിക്കും. ഇനി മൂന്നാമത്തെ കാര്യം ഡോപ്പമൈൻ മാനേജ്മെന്റ്. ഫോൺ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾ ഓഫാക്കി വെക്കുക. ഈസി റിവാർഡ് സിസ്റ്റംസ് ഒക്കെ ഒഴിവാക്കുക. നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം. അതിന് ഉത്തമ എക്സാമ്പിൾ തന്നെയാണ് ഫോൺ നോക്കൽ നിർത്തുക എന്നുള്ളത്. ഇനി നാലാമത്തെ കാര്യം ക്ലിയർ ഗോൾസ്. നിങ്ങൾക്ക് എന്ത് ഗോളാണ് ഉള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നല്ല പോലെ വ്യക്തത ഉണ്ടാവണം. ബ്രെയിനിന് എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തന്നെ പറഞ്ഞങ്ങ് വ്യക്തമാക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മാറ്റി വെക്കാതെ തന്നെ അത് അന്ന് തന്നെ ചെയ്ത് തീർക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ ചെയ്താൽ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ശക്തമാവുകയും ഫോക്കസ് നാച്ചുറലി വർദ്ധിക്കുകയും ചെയ്യും. സോ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരു മടിയല്ല, അത് ബ്രെയിൻ കെമിസ്ട്രിയുടെ ഒരു കളി മാത്രമാണ്. അതിനെ മനസ്സിലാക്കിയാൽ നമുക്ക് ഫോക്കസ് നേടിയെടുക്കാനും വിജയിക്കാനും കഴിയും. ഇനി ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് മസ്റ്റ് ആയിട്ട് ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഇതുപോലെ നാളെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ച കാര്യം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. താങ്ക്